നമുക്ക് ഇഷ്ടമല്ലാത്തവർക്ക് പണി കൊടുക്കാൻ പണ്ട് മുതൽക്ക് തന്നെ പലവിധ പരിപാടികളും ചെയ്യാറുണ്ട്. അത്തരത്തിലൊന്നാണ് കൈവിഷം. ആഹാര വസ്തുക്കളിലാണ് കൈവിഷം കൊടുക്കാറുള്ളത്. ശത്രുനാശം ലക്ഷ്യമിട്ടാണ് സാധാരണ കൈവിഷം കൊടുക്കാറുള്ളതെങ്കിലും ആളുകളെ വശീകരിക്കാനും കൈവിഷം ഉപയോഗിക്കാറുണ്ട്. കടുകുമണിയോളം വലുപ്പത്തിൽ കൈവിഷം ഒരാളുടെ വയറ്റിൽ ചെന്നാൽ അത് വയറ്റിൽ നിന്നും വളരുകയും അതിൻ്റെ ദോഷം അയാളിൽ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ചില പ്രത്യേക ഔഷധങ്ങളും പ്രതിമന്ത്രവാദങ്ങളും നടത്തി മാത്രമേ കൈവിഷദോഷം മാറ്റാൻ കഴിയുകയുള്ളൂ. ആയുർവേദത്തിൽ പോലും കൈവിഷത്തിനെതിരായുള്ള ഔഷധക്കൂട്ടുകൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ കൈവിഷം എന്ന കാര്യം ഒരു മിഥ്യയല്ലെന്നാണ് പലരും വാദിക്കുന്നത്. കൈവിഷ ദോഷശാന്തിക്ക് പേരുകേട്ട ഒരു ക്ഷേത്രമാണ് ആലപ്പുഴയിലെ തിരുവിഴ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ടതാണ് കൈവിഷം ഛർദ്ദിപ്പിക്കൽ. ഇതിനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ എത്താറുണ്ട്. ജാതിമത ഭേദമില്ലാതെയാണ് ഇതിനായി ഭക്തർ എത്തുന്നത്. ഒട്ടേറെ പ്രശസ്തരും ഇതിൽപ്പെടും. മരുന്ന് സേവിക്കുന്നവർ ചില പ്രത്യേക ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മരുന്ന് സേവിക്കുന്നതിന് 3 ദിവസം മുൻപ് തൊട്ട് ഒരു ലഹരി പദാർത്ഥവും ഉപയോഗിക്കരുത്. ഗർഭിണികളും ഹൃദയരോഗമുള്ളവരും മറ്റും ഈ മരുന്ന് കഴിക്കാൻ പാടില്ല. മരുന്ന് കഴിക്കാൻ എത്തുന്നവരുടെ കൂടെ നിർബന്ധമായും രക്ഷിതാക്കൾ ഉണ്ടായിരിക്കണം. മരുന്ന് കഴിക്കുന്നവർ തലേ ദിവസം ദീപാരാധനയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. രാത്രിയിലെ നാഗയക്ഷി ഗുരുതിയിൽ പങ്കെടുത്ത് പ്രസാദം കഴിച്ചിരിക്കണം. പിറ്റേ ദിവസം പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് മേൽശാന്തി മരുന്ന് കൊടുക്കുന്നത്. മരുന്ന് കഴിച്ച് ക്ഷേത്രം പ്രദക്ഷിണം നടത്തുമ്പോൾ കൈവിഷം ഛർദ്ദിച്ചു പോകും. പിന്നീട് ക്ഷേത്രത്തിലെ പടച്ചോറ് കഴിക്കുകയും വേണം. ഛർദ്ദിപ്പിക്കുന്നതിന് വേണ്ട മരുന്നുണ്ടാക്കുന്നത് ക്ഷേത്രത്തിൽ തന്നെ വളരുന്ന ഒരു കാട്ടുചെടിയിൽ നിന്നാണ്. ഇതിൻ്റെ നീര് ദേവനെ നേദിച്ച് പാലിൽ ചേർത്ത് കിണ്ടിയിൽ ഒഴിച്ചാണ് നൽകുന്നത്. മരുന്നുണ്ടാക്കുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള പാലോടത്ത് കുടുംബക്കാരാണ്. ഈ ചടങ്ങ് ആരംഭിച്ചതിനെ പറ്റി വ്യക്തമായ ഐതിഹ്യങ്ങളൊന്നുമില്ല. എന്നാൽ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം അറയ്ക്കൽ പണിക്കരുടേതായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന കുളത്തിൽ ആമകളെ തേടിയിറങ്ങിയ ഉള്ളാട സ്ത്രീ കുത്തി നോക്കിയപ്പോൾ കൂർത്ത കോലിൻ്റെ അഗ്രം കുളത്തിലുണ്ടായിരുന്ന സ്വയംഭൂവായ ശിവലിംഗത്തിൻ്റെ മേൽ കൊണ്ട് രക്തം വന്നു. ദേവസാന്നിധ്യം കണ്ടതുകൊണ്ട് കുളം നികത്തി അമ്പലം പണിതുവെന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തെ ബലപ്പെടുത്തുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ഗർഭഗൃഹം ഭൂനിരപ്പിൽ നിന്നും താഴെയാണ്. മഴ പെയ്താൽ ഇവിടെ വെള്ളം കയറും. ആലപ്പുഴ ജില്ലയിൽ തൈക്കുമുറി പഞ്ചായത്തിൽ ചേർത്തല ആലപ്പുഴ റൂട്ടിൽ തിരുവിഴ സ്റ്റോപ്പിൽ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ക്ഷേത്രം. മീനമാസത്തിലെ തിരുവാതിര ആറാട്ടായി 10 ദിവസത്തെ ഉത്സവമുണ്ട്.